ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഖത്തർ പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഇന്ന് പലസ്തീൻ പ്രതിനിധി സംഘവുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. തടവുകാരുടെ കൈമാറ്റ കരാറും കരാറിലെ വ്യവസ്ഥകളും പൂർണ്ണമായി നടപ്പാക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ മാസങ്ങൾ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയോടെയാണ് വെടിനിർത്തൽ കരാർ ഇരുവിഭാഗവും അംഗീകരിച്ചതായി ഖത്തർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പിന്നാലെ ഞായറാഴ്ച രാവിലെ 8:30 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന അറിയിപ്പുണ്ടായെങ്കിലും ആദ്യഘട്ടത്തിൽ ഹമാസ് വിട്ടയക്കുന്ന തടവുകാരുടെ വിവരങ്ങൾ കൈമാറുന്നതിലുണ്ടായ കാലതാമസം ചെറിയ അനിശ്ചിതത്വം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ വെടിനിർത്തൽ ഞായറാഴ്ച തന്നെ നിലവിൽ വരുമെന്ന് ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ച ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ആവർത്തിച്ചു. ഖത്തറിന്റെ തുടർച്ചയായ ഇത്തരം ശ്രമങ്ങൾക്കും കരുതലോടെയുള്ള നീക്കങ്ങൾക്കും പിന്നാലെയാണ് ഇന്ന് വൈകിട്ടോടെ തന്നെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. ഇന്ന് വിവിധ ഫലസ്തീൻ പ്രതിനിധികളുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി ആക്രമണത്തെ തുടർന്ന് നാടുവിട്ടുപോയ ഫലസ്തീനികൾക്ക് സ്വദേശത്തേക്ക് തിരിച്ചു പോകാനുള്ള സഹായം കരാർ പൂർണ്ണമായും നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കരാറിന്റെ പൂർണ്ണമായ നടപ്പാക്കൽ ഉറപ്പാക്കാനും മേഖലയിൽ സുസ്ഥിര സമാധാനവും സ്ഥിരതയും കൈവരിക്കാനും പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. മേഖലയിലേക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നതിന് എയർബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കുന്നതുൾപ്പെടെ ഗസയിലെ ജനങ്ങൾക്ക് തന്റെ രാജ്യത്തിന്റെ തുടർച്ചയായ പിന്തുണ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ആവർത്തിച്ചു. കിഴക്കൻ ജെറൂസലം തലസ്ഥാനമായി 1967 അതിർത്തി കരാറിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും അദ്ദേഹം പിന്തുണ ആവർത്തിച്ചു. അൻവർ പാലേരി, 24 ദോഹ.